ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവുമ്പോഴുള്ള എന്തൊക്കെയാ റിസ്ക് എന്ന് വെച്ചാൽ ഒന്ന് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, ഒന്ന് ബുദ്ധിമുട്ട്. പിന്നെ സെക്കൻഡ് തിങ് 35 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ അബ്നോർമൽ കുട്ടികൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ക്രോമസോം ഈ ഡൗൺസ് അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ സ്ലൈറ്റ്ലി കൂടി തുടങ്ങും. 35 കഴിഞ്ഞ് കുറച്ച് കൂടും, 40 കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ കൂടും, അങ്ങനെ കൂടും. പിന്നെ പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ബ്ലീഡിങ്, പ്രിമച്യൂർ ഡെലിവറി, ഗ്രോത്ത് ഇല്ലാതിരിക്കുക, കാരണം ഫൈബ്രോയിഡ്സ് ഒക്കെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും. അപ്പൊ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് എല്ലാം ഏജിന്റെ കൂടെ കൂടും. പിന്നെ നിയോനേറ്റൽ, ജനിച്ചു കഴിഞ്ഞ കുട്ടിക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും കൂടും. ഏജ് കൂടുന്ന അനുസരിച്ച് എല്ലാം കൂടും. ഈ കുട്ടികള് നോർമൽ ഡെലിവറി ആണോ നല്ലത്, സിസേറിയൻ ഡെലിവറി ചെയ്താൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ്? ബേസിക്കലി അമ്മയും കൊച്ചും ഹെൽത്തി ആയിരിക്കണം. നോർമൽ ആണെങ്കിൽ നോർമൽ, സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ. നോർമലി കൂടെ വരാത്തത് സിസേറിയൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് കിട്ടണമല്ലോ നല്ലത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പേഷ്യനെ കണ്ടായിരുന്നു. അവര് UK മൈഗ്രേറ്റ് ചെയ്തു. ഈ കുട്ടി ഭയങ്കര അബ്നോർമലാ, നടക്കില്ല, ഒന്നും ചെയ്യില്ല. ഇവര് രണ്ടാളും സ്ട്രഗ്ലിങ് ആയി കുട്ടീനെ കൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ജനറ്റിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇല്ല, ഡെലിവറി സമയത്ത് ഇവരിങ്ങനെ വെച്ചിരുന്ന് കൊച്ചു പുറത്ത് വരുന്നുണ്ടായില്ല. വെയിറ്റ് ചെയ്ത് പിന്നെ എമർജൻസി സിസേറിയനൊക്കെ ചെയ്തപ്പോഴത്തേക്കും പക്ഷെ കൊച്ചു ഇപ്പോഴും ഒന്നും ചെയ്യില്ല, നടക്കില്ല, മെന്റലി റിട്ടയർഡ്. അപ്പം ബേർത്ത് അഫക്റ്റ് ചെയ്യും ചിലപ്പോൾ. അതായത് ഓക്സിജൻ നിന്ന് പോകുന്ന അവസ്ഥ വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പം ഈ പെൽവിസിൽ കൂടെ ബേബി ഇങ്ങോട്ട് ഇറങ്ങി വരണമല്ലോ. അപ്പം ചെറിയ പെൽവിസും വലിയ ഹെഡ് ആണെങ്കിൽ വരില്ലല്ലോ, ഇതിൽ കൂടെ ഇറങ്ങി വരാൻ സ്ഥലം വേണ്ടേ. അങ്ങനെയുള്ള കേസ് സിസേറിയൻ ചെയ്താൽ ഹെൽത്തി മദർ, ഹെൽത്തി ബേബി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത് സ്ക്വീസ് ചെയ്ത് ബേബി അവിടെ വന്ന് സ്റ്റക്കായി ഓക്സിജൻ ഇല്ലെങ്കിൽ ഈ ഒരു കുട്ടി നോർമൽ ഡെലിവറിയിൽ വരുന്നതുകൊണ്ട് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ ഗട്ട് ബയോം, നല്ല ബാക്ടീരിയ കിട്ടും. ഗട്ട് ബയോം, അതായത് വജൈന വഴിയാണല്ലോ കുട്ടി ഇറങ്ങി വരുന്നത്. അപ്പൊ അവിടെ ഉള്ള ബാക്ടീരിയ മുഴുവൻ ഈ കുട്ടിക്ക് കിട്ടും. അതാണ് കുട്ടിയുടെ കുടലിൽ കോളനൈസ് ചെയ്യണേ. അത് ഹെൽത്തിയാണ്, നല്ലതാണ്. സിസേറിയൻ ചെയ്യുമ്പോൾ നേരെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്ടീരിയ കിട്ടില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ഡെഫിനറ്റ് ഡിസഡ്വാൻറ്റേജ് ആണ്. അതിന് ഒരു സയന്റിസ്റ്റ് ഡോക്ടർ ചെയ്തൊരു കാര്യമുണ്ട്. അവർക്ക് സിസേറിയൻ വേണ്ടി വന്നു. അവര് വജൈനയുടെ അകത്തൊരു പാക്ക് വെച്ചു, ഗോസ്. അവര് സിസേറിയൻ കഴിഞ്ഞ് കൊച്ചിനെ അത് വെച്ചൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു. ഭയങ്കര വീടാ, പക്ഷെ അത് മതിയല്ലോ, ബാക്ടീരിയ കിട്ടിയ പോരെ. അവരുടെ വജൈനയുടെ അകത്ത് പാക്ക് വെച്ചു, ഗോസ്. കുട്ടിയുടെ വായിലും അല്ല, ജസ്റ്റ് എവിടെയെങ്കിലും തേച്ച് അതിനെ എല്ലാ പാർട്ടിലും കോളനൈസ് ചെയ്യുക ബേസിക്കലി. അത് വെറുതെ എല്ലായിടത്തും ഇട്ട് തേച്ചു, സംഭവം സെയിം. ലൈക്ക് ഇതൊരു ആക്ച്വലി ഒരു വെസ്റ്റേൺ സയന്റിസ്റ്റ് അവർക്ക് വേണ്ടി വന്നപ്പോ അവര് ചെയ്തതാ. ഈ മൈക്രോബയോമിനെ കുറിച്ച് വിവരമുള്ള സയന്റിസ്റ്റ് ചെയ്തതാ. ഈ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ഈ മൈക്രോബയോമിന്റെ റോള് പൊങ്ങി വരും കേട്ടോ. ഭയങ്കര ഹ്യൂജ് സബ്ജക്റ്റാ, വലിയ റോളുണ്ട് മൈക്രോബയോമിന്. അപ്പൊ ഇത് ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ഗർഭധാരണത്തിന് ഏറ്റവും വലിയ തടസ്സം എന്താ? പൊതുവെ ഇപ്പൊ കുറെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു ടോപ്പ് ഇൻഫെർട്ടിലിറ്റി ആണോ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കോമൺ ആണോ ഉദ്ദേശിക്കുന്നത് അതോ ഏറ്റവും മേജർ ഇഷ്യൂ ആണോ? ഏറ്റവും കോമൺ സ്ത്രീകളിൽ ഇപ്പൊ PCOD ഇത്തിരി കോമണാ, ഡിലേ വരുന്നുണ്ട് അത് കാരണം. പുരുഷന്മാരിൽ ജനറലി കൗണ്ട് കുറവ്, അങ്ങനെയുള്ള ഇഷ്യൂസ് ഏറ്റവും കോമൺ ചോദിച്ചാൽ. ഈ സമൂഹത്തിന് ഇതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്തായിരിക്കും? ഈ ഗർഭധാരണത്തെ പറ്റിയുള്ള എന്നുവെച്ചാൽ ഒരു അന്ധവിശ്വാസം മാതിരി ഉണ്ടാവില്ല ആൾക്കാർക്ക്. അന്ധവിശ്വാസം ഒരുപാടുണ്ട്. അല്ല, ഇതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ട ആൾക്കാരുടെ അടുത്ത്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രസവരക്ഷ, അത് നല്ലതാണോ? പ്രസവരക്ഷ എന്ത് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. അതായത് ബേസിക്കലി ആയുർവേദത്തിൽ കുറെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരെണ്ണമാണ് പ്രസവരക്ഷ. നമ്മുടെ ബോഡീനെ ഒരു ബയോളജിക്കൽ റിതം ഉണ്ട്, പിന്നെ നമുക്ക് സർക്കാഡിയൻ റിതം ഉണ്ട്. ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ഒരു ദിനചര്യ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ഭയങ്കര നല്ലതാ. രാവിലെ എണീക്കുക, നമ്മൾ ശുചിയാവുക, അല്ലെങ്കിൽ കുറെ വെള്ളം കുടിക്കുക, വയറ്റിൽ നിന്ന് ഡെയിലി പോകണം, അങ്ങനെയുള്ള സമയത്തിന് ഭക്ഷണം കഴിക്കണം, പതുക്കെ കഴിക്കണം, നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. പിന്നെ അത് തന്നെ ഈ ഒപ്പോസിങ് ഫുഡ്സ് കഴിക്കരുത്. മൾട്ടിപ്പിൾ പ്രോട്ടീൻ അല്ല, അതായത് ഇപ്പൊ നമ്മൾ പയറ് കഴിച്ചാൽ പയറ്, അല്ലാണ്ട് ചിക്കനും പയറ്, അങ്ങനെ കുറച്ച് ഈ വിരുദ്ധാഹാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ദിനചര്യ എന്ന് പറയണതിൽ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പ്രസവരക്ഷ വരുമ്പോഴും. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് കുറച്ച് റെസ്റ്റ്
ഇതെല്ലാം ഹീൽ ചെയ്യാൻ നല്ലതാണ്. ഈ പ്രസവരക്ഷയിൽ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ അവര് ഇപ്പൊ കുഴമ്പിട്ട് തേച്ച് കുളിക്കുക, അല്ലെങ്കിൽ ഒരു അരിഷ്ടം കഷായം, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. തിരുമ്മുക, അതായത് ഒരു ശരീരം മുഴുവൻ വേറൊരാൾ മസാജ് ചെയ്യുമ്പം നല്ല സുഖമുള്ള ഫീലിംഗ് ആർക്കായാലും അല്ലേ. ഈ പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ ഒക്കെ വരുന്നത് സ്ട്രെസ് കൊണ്ടൊക്കെ കുറെ ഉറക്കം കിട്ടില്ല, രാത്രി മുഴുവൻ കൊച്ചു കരച്ചിലായിരിക്കും. അപ്പൊ നല്ല സുഖമുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഓയിൽ അല്ലെങ്കിൽ നല്ലതാണല്ലോ, ഓയിൽ മസാജ് നല്ലതാണല്ലോ. ഈ പ്രസവരക്ഷ ചെയ്ത് ഭയങ്കര വണ്ണം വെച്ചെന്നൊക്കെ, ഭയങ്കര വണ്ണം വെക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചില ആൾക്കാർ കുറച്ച് ഓവറായിട്ട് എടുക്കും. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഒരു ആടിന് മുഴുവൻ വെട്ടി കഷായമൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ഈ ഇതാക്കി കൊടുക്കും, എല്ലാ ദിവസവും ഫീഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. പക്ഷെ ഒരു മിതമായ രീതിയിൽ, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ. പിന്നെ ഇവരുടെ ജോയിൻസ് ഒക്കെ ഭയങ്കര ലാക്സ് ആയിരിക്കും. അപ്പൊ ആയുർവേദിക് ഈ കുറെ മെഡിസിൻസിൽ നമുക്ക് ബോഡിക്ക് നല്ല സാധനങ്ങളുണ്ട്. എനിക്ക് ആയുർവേദം അറിയില്ല, പക്ഷെ ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ഫുൾ ടൈം അനങ്ങാതെ കിടക്കുന്നത് ചീത്തയാണ്. ബ്ലഡ് സർക്കുലേഷൻ, അതായത് ശരീരത്തിന് സർക്കുലേഷൻ വേണം. അപ്പൊ എണീച്ചു കുഞ്ഞിന്റെ കാര്യങ്ങളും അത്യാവശ്യം അവനവന്റെ കാര്യങ്ങളും കുറച്ച് ചെയ്യണത് സിസേറിയൻ കഴിഞ്ഞാലും നല്ലതാണ്. ബെഡ് റെസ്റ്റ് എടുക്കരുത്. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള റിസ്ക് ഉണ്ട്. ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ ഇവരുടെ രണ്ടും ഈ ഒരു സിസേറിയൻ കഴിഞ്ഞൊരു ഡെലിവറി അല്ല, അത് രണ്ടും തമ്മിൽ ഇതിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണെന്നറിയോ, സിസേറിയൻ കഴിയുമ്പോൾ നമുക്ക് വയറിൽ ഒരു വലിയ കട്ടുണ്ട്, അത് ഹീലാവണം. അപ്പൊ നമ്മൾ ചില സമയത്ത് ഇപ്പൊ ആ സമയത്ത് പോയി അവിടെ കുഴമ്പൊക്കെ ഇട്ട് തേച്ച് തിരുമിയാൽ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ഒക്കെ ആവാൻ റിസ്ക് ഉണ്ട്. ആ വൂണ്ട് ഹീൽ ചെയ്തതിന് ശേഷം അവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കുഴമ്പ് തേച്ച് കുളിക്കണേ. അത് മിക്കവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു തിങ്ങട് പറയും കുറച്ച് കഴിഞ്ഞ് തേച്ചാ പോരെന്ന് ചോദിക്കും. അതൊക്കെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. നമ്മൾ പലരെയും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡോക്ടർ ഒരു ഡെയിലി ബേസിൽ ഇങ്ങനത്തെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാന്നുള്ളത് ജോലിയുടെ പാർട്ടാണ്. അപ്പൊ എന്താണ് അതിന് എന്തൊക്കെ ചെയ്യണേന്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സെക്ഷുവൽ ക്വസ്റ്റ്യനെയർ ആക്കിയിട്ട് അവര് തന്നെ ആൻസർ ചെയ്യും. അപ്പൊ എനിക്ക് നേരിട്ട് എന്നുവെച്ചാൽ അവർക്കായാലും ഒരു പ്രൈവസി വേണമല്ലോ. അപ്പൊ കുറെ അവര് തന്നെ ആൻസർ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് അതിനകത്ത് എംബരാസ്മെന്റ് വരുന്നില്ല. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അവരുമായിട്ട് പരിചയപ്പെട്ട് കുറച്ച് മിണ്ടി. അപ്പോൾ ഈ സെക്ഷുവൽ ഡീറ്റെയിലിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവരൊന്ന് പരിചയമായി 2-3 വിസിറ്റ് കഴിഞ്ഞായിരിക്കും കൂടുതൽ ചോദിക്കണേ. ഫസ്റ്റ് വിസിറ്റിൽ നേരെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. സ്ത്രീകളെ നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോവില്ലേ, അപ്പം 2 ആളും കയറി ആദ്യം വരുമല്ലോ OP-യില്. അപ്പൊ നമ്മളെല്ലാം ചോദിക്കില്ല. സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോ അവരോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റ് ചോദിക്കും. കാരണം അപ്പോഴാണ് അവർ പലതും പറയുക. ചില സമയത്ത് OP-യിൽ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഇവർ ഒരുമിച്ച് വരുന്നതിന് മുമ്പ് സ്ത്രീകൾ തന്നെ വരാറുണ്ട്. ഞാനിങ്ങനെ വരാൻ പോകുന്നുണ്ട്, എന്റെ ഭർത്താവിന്റെ അടുത്ത് ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് അവര് റിയൽ ഹിസ്റ്ററി തരും. അത് ഭയങ്കര ഷോക്കിംഗ് ആട്ടോ. എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. കാരണം നമുക്ക് ഇവരുടെ അടുത്ത് പറയാനും പറ്റില്ലല്ലോ, ഹസ്ബൻഡിനോട് പറയാൻ പറ്റില്ല. അതെ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവര് ആദ്യം വന്ന് ചിലപ്പോ പറയും, അല്ലെങ്കിൽ ഭർത്താക്കന്മാരും വന്ന് പറയാറുണ്ട്. ഇതുപോലെ നമ്മൾ ചിലരെ സെപ്പറേറ്റ് ചോദിക്കും. പിന്നെ സെമൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 0 സ്പേം എന്നൊക്കെ പറഞ്ഞ് വരുവാൻ ചിലപ്പോ. അപ്പൊ നമ്മൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിക്കും, ഇങ്ങനെയാണ്, ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, റിപ്പീറ്റഡ് ആയിട്ട് നോക്കാം, നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഭാര്യയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ പെർമിഷൻ എടുത്തിട്ടേ പറയുള്ളൂ. കാരണം ചില കാര്യങ്ങള് അങ്ങനെയാണ്. അതായത് അല്ലെങ്കിൽ ഇല്ലീഗൽ അവര് വന്ന് പറയും, എനിക്കിങ്ങനെ ഇല്ലീഗൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് സെക്ഷൽ ഡിസോർഡർ ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്നൊക്കെ പറയും. അപ്പം നമ്മള് ഭാര്യ അടുത്ത് പറയരുതെന്ന് പറയും, അല്ലെ ഭാര്യ ഒന്ന് ഭർത്താവിന്റെ അടുത്ത് പറയരുതെന്ന് പറയും. നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി പേഷ്യന്റിന്റെ നമ്മൾ കീപ്പ് ചെയ്യണം. ആസ് എ ഡോക്ടർ വി ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. നമുക്ക് ഈ ചില കേസിൽ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ ഒരു ലേഡി വന്നിട്ട്, കല്യാണമായിട്ട് 1 കൊല്ലമേ ഉള്ളൂ, അവര് വന്നിട്ട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡോക്ടർ ഇത് പറയരുത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ? ആളല്ല, വേറെ ആള്, കല്യാണം കഴിഞ്ഞ് 2 months. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് കഴിഞ്ഞ് ഇയാളെ കാണുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആളുടെ മുഖത്ത് നോക്കിയിട്ട്, കാരണം എനിക്ക് ഇവർക്കത് പറ്റുന്നുണ്ട്, അയ്യോ ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മിണ്ടുണ്ട്. അപ്പൊ ഞാൻ താഴെ നോക്കി
നമുക്കത് വലിയ ബുദ്ധിമുട്ടാ മറച്ചു വെക്കാൻ. പക്ഷെ യു കാൻ ഡു ദാറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞ് കേൾക്കും, ഇത് സമൂഹത്തിലെ ശരിക്കുള്ള പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഓട്ടോ ഡ്രൈവർമാരോടും ഹോട്ടൽ ജീവനക്കാരോടും ചോദിച്ചാൽ മതി. ഞങ്ങളുടെ OP എന്ന് പറയുന്നത് രാവിലെ തൊട്ട് ഈ ഉച്ച വരെ ഉണ്ടെങ്കിൽ ഒരു സത്യം പറഞ്ഞൊരു ഡ്രാമ മാതിരിയാ. എന്തൊക്കെ കഥകൾ കാണണം, എന്തൊക്കെ കഥകൾ കേൾക്കണം എന്നറിയോ, ഭയങ്കരം തന്നെയാണ്. ഒരു ഫെർട്ടിലിറ്റി ആയതുകൊണ്ടാണ് കൂടുതൽ ഈ സെക്ഷൽ മെഡിസിൻ ഒക്കെ വരുന്നോണ്ടേ അത് കൂടുതലാ. പിന്നെയുണ്ട് ഇപ്പൊ അത് ഓൾഡ് ഏജ് വരുമ്പോൾ വന്നോളും. സ്ത്രീകളുടെ പ്രശ്നങ്ങള് എന്തുണ്ടെങ്കിലും ഇവരറിയില്ല. പ്രൊലാപ്സ് യൂട്രസ് ഒന്നും ഇവരറിയില്ല, ഭർത്താക്കന്മാർക്ക് അറിയില്ല. എത്ര വർഷം കഴിഞ്ഞാലും അവർക്ക് അറിയില്ല. അത്രയാ അവര് നോക്കും. ഞാൻ ഈ പ്രൊലാപ്സിലോട്ടൊക്കെ കുറച്ച് കഴിയുമ്പോ വരാം. ഞാനിങ്ങനെ ഓരോരോ സ്റ്റേജ് ആയിട്ട് വരാൻ നോക്കാം. ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് നടക്കുമ്പോ ഈ പെൺകുട്ടി ഒരു വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലായിരിക്കുമോ? പെണ്ണുങ്ങൾ ജനറലി സ്ട്രോങ് ആ, ഇമോഷണലാ പക്ഷെ സ്ട്രോങ് ആ. ആണുങ്ങള് കണ്ട നല്ല ബലം പിടിച്ചിരിക്കും, പക്ഷെ ഉള്ളില് ഭയങ്കര വീക്ക് അവര്. നമ്മൾ കാണാറുണ്ട്, ലൈക്ക് അവർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ വൈഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ചില ആൾക്കാരുടെ അവര് തകർന്നു പോകും. പുറത്ത് അവർക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ അവർ അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും പെണ്ണ് ഫ്രജൈലാണ്. ബട്ട് ദേ ആർ ജനറലി സ്ട്രോങ്ങർ. ആളുകള് ദേ ഷോ ദാറ്റ് ദേ ആർ സ്ട്രോങ്, പക്ഷെ അവർ ഉള്ളില് പൊട്ടി കരയുന്നുണ്ടാവും. പിന്നെ ഈ മൾട്ടിപ്പിൾ ഇപ്പം പല തവണയൊക്കെ ശ്രമിക്കുമ്പോ അത് പല ഫെയിലിയേഴ്സ് മാനസികമായിട്ട് കപ്പലിനെ ഭയങ്കരമായിട്ട് ഇതൊക്കെ. അതെ, പക്ഷെ ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് വി ഹാവ് ടു ടേക്ക് ലൈഫ് ഇൻ എ ബിഗർ വേ. നമ്മൾ ലൈഫിൽ നോക്കണം, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഓക്കെ, ഇറ്റ്സ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. കുട്ടിക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. നമുക്കൊരു ലൈഫ് ഉണ്ടാവണം. ആൻഡ് ദെർ ആർ ഇപ്പൊ കുറെ ആൾക്കാർ കുട്ടികളെ വേണ്ടാന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ അവനവന് വേണ്ടി ജീവിക്കും, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കും. കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഫൈൻ, കുട്ടീനെ ഹാപ്പി ആയിട്ട് നോക്കാം. അതല്ലാതെ കുട്ടി എന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ ഡിപ്രഷൻ അടിക്കണ തെറ്റാ. അല്ല, ആർക്കും വേണ്ടാത്ത എത്ര കുട്ടികളുണ്ട്. അപ്പൊ അത് ലൈക്ക് ഒരു റോങ് കോൺസെപ്റ്റ് ആണല്ലോ. അഡോപ്ഷന് ഒരു പ്രോപ്പർ ഇതുണ്ട്, പ്രോപ്പർ ചാനൽ ഉണ്ട്, അതുവഴി ചെയ്യാൻ പറ്റും. അത് കോമൺ ആണോ? അത്യാവശ്യം ആൾക്കാര് കോമൺ ആണോ എന്ന് വെച്ചാൽ അത്ര അധികം കുട്ടികൾ ഇല്ല അഡോപ്ഷന്. അതാ പ്രശ്നം. അഡോപ്ഷൻ ചെയ്യാനുള്ള കുട്ടികള് നമ്പർ കുറവാ. അപ്പൊ എടുക്കാൻ ഭയങ്കര ലോങ് വെയിറ്റിംഗ് ലിസ്റ്റാ. അത് ശരി. അല്ല, നമ്മളൊക്കെ വിചാരിക്കണം ഈ കുട്ടികൾക്ക് പലതും അൺവാണ്ടഡ് പ്രഗ്നൻസീസ്, പിന്നെ കുറെ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, അതാർക്കും വേണ്ട. അതായത് എന്തെങ്കിലും ഡിഫക്ട്സ് ഉള്ളവര്, അസുഖങ്ങളുള്ളവര്, എല്ലാവർക്കും പെർഫെക്റ്റ് കുട്ടീനെ കിട്ടിയാൽ മതി. അവിടെ പ്രശ്നം. പക്ഷെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് 2 കുട്ടികളുള്ള ആൾക്കാര്. അത് അമേരിക്കയിലൊക്കെ ഭയങ്കര കോമണാ. അവര് വേറൊരു കുഴപ്പമുള്ള ഒരു കുട്ടീനെ എടുത്ത് വളർത്തും. ലൈക്ക് എന്തെങ്കിലും മെഡിക്കൽ ഡിഫക്റ്റ് ഉള്ള കുട്ടികളെ വളർത്തും. നല്ല നല്ല കഥകൾ കണ്ടിട്ടുണ്ട്. ഞാനിപ്പം ഈ ഡൗൺ സിൻഡ്രോം പറഞ്ഞില്ലേ, മംഗോൾ ബേബി അബ്നോർമൽ, അത് ഞാൻ പ്രഗ്നൻസിയിൽ ഡിറ്റക്ട് ചെയ്ത് എനിക്കിപ്പോഴും ഒരു ഓർമ്മയുണ്ട്. 25 years ബാക്ക് UK പ്രാക്ടീസ് ചെയ്തപ്പോൾ ഒരു ലേഡീനെ കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം നമ്മൾ ഡയഗ്നോസ് ചെയ്തു. നമ്മൾ പറഞ്ഞപ്പോൾ പറയാ ഡൗൺസ് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഐ വിൽ ആക്സെപ്റ്റ് ഹെർ. ഞാൻ ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യും. എന്താ പറയാ, എനിക്ക് തന്ന ഒരു നിധിയായിട്ട് അവരാ കൊച്ചിനെ കൊണ്ട് നടന്ന കാണണം. കണ്ണ് നിറഞ്ഞു പോകും നമുക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മളുടെ ഒരു എന്താ ബയസാണ്. അവരിച്ചിരി ഐക്യ കുറവായാലും ഭയങ്കര ഹാപ്പിയാണ്. ഈ ബുദ്ധിയുള്ളവര് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആൾക്കാരാ. എനിക്ക് എന്ത് ഇഷ്ടമാണ് കുട്ടികളെന്നറിയോ, എന്തൊരു സ്വീറ്റ്. അവര് ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര നല്ല കുട്ടികളാ. അപ്പൊ നമ്മൾ ഈ കുറെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യില്ല, പക്ഷെ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും പെർഫെക്ഷൻ വേണം. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പെർഫെക്ഷനാ കുറെ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഈ ഇത് ഇപ്പൊ ഒരു കഥ പറഞ്ഞു, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേഷ്യന്റ് ആരായിരിക്കും? അങ്ങനെ കുറെ ഉണ്ട്. അതായത് അപ്പൊ അത് നല്ലതുണ്ട്, ചീത്തയുണ്ട്, ഇതുണ്ട്, പല കാറ്റഗറി ഉണ്ട്. അതിൽ ഏറ്റവും മോശം ഞാൻ പറയാം, ഒരെണ്ണം
ഒരു മിസ്കാരേജ്, അതായത് പോകുന്നില്ല, അബോഷനായി പോവാണ്, ഗ്രോത്ത് ഇല്ലാതെ. അതങ്ങനെ കുറേ ദിവസമായിട്ടും പോവാണ്ടായപ്പോൾ ഞങ്ങളത് ഡിയാൻസ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യില്ല. ഭയങ്കര ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞങ്ങൾ ശരിക്കും അങ്ങനത്തെ കുറേ കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കേസ് വരുമ്പം നമ്മള് ലൈഫ് ത്രെട്ടനിങ് ആവും. അപ്പൊ ഒരു ജസ്റ്റ് ഒരു അബോർഷൻ കൊണ്ട് അവർ മരിക്കും എന്നുള്ളൊരു അവസ്ഥ എത്തും. നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു കേസ് എനിക്ക് ലൈക്ക് നമുക്കത് ട്രോമാറ്റിക്കാണ്. ലൈക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എന്തോരം ട്രൈ ചെയ്യുമെന്നറിയോ. 10-12 മണിക്കൂർ നമ്മൾ ചിലപ്പോൾ സർജറിയിൽ അങ്ങനെ ട്രൈ ചെയ്യും. അത് കഴിഞ്ഞ് അവർ നമ്മൾ ജീവൻ രക്ഷിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവരുമ്പോൾ ചില ആൾക്കാർ നന്നായിട്ട് പറയും, ചില ആൾക്കാർ നമ്മൾ ചീത്ത പറയും, നിങ്ങൾ എന്തിനീ യൂട്രസ് എടുത്തു എന്ന് ചോദിക്കും. അങ്ങനത്തെ ചില ചീത്ത അനുഭവങ്ങൾ ഉണ്ടാവും. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെർട്ടിലിറ്റി ഇതിൽ അതേ ഉള്ളൂ. ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു 38 വയസ്സായ പേഷ്യൻ്റ്, പോളിസിസ്റ്റിക് ഓവറിയാണ്. അവർ 5-6 IVF ഫെയിൽഡ് ആയിരുന്നു. അപ്പോൾ അവർ ഡോണർ എഗ്ഗും സറഗസിയും ചെയ്യാൻ അത് ബാംഗ്ലൂർ ക്ലിനിക്കിൽ അവർ വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഇതിന് വെയിറ്റ് ചെയ്യാണ് ഡോണർ കിട്ടാനും സറഗറ്റും. അവർക്ക് കിട്ടുകയില്ല എന്നവർ തീരുമാനിച്ചു. 38 വയസ്സായി 5 IVF ഫെയിൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ, നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ PCOന് കൗൺസിലിംഗ് കൊടുത്ത് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു. അവരങ്ങ് ഫുൾ എക്സസൈസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് 1-2 മാസം കഴിഞ്ഞപ്പോൾ ഇവർ ഓവുലേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എന്തായാലും വെയിറ്റ് ചെയ്യുവാണല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒരു IUI ചെയ്ത് നോക്കുന്നതുകൊണ്ട് IUIയിൽ അവർ പ്രഗ്നന്റ് ആയി. IVFലും കൂടെ അല്ല, 38. അപ്പൊ അതായത് അവരുടെ ബോഡി കറക്റ്റ് ആയപ്പോ അവര്, അപ്പൊ എനിക്കത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നി. ഷീ ഹെൽത്തി ബേബി. ഒരു പ്രാവശ്യം 3-4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഇവർ ഓടി കൊച്ചിനെ കൊണ്ട് വരാം എൻ്റെ അടുത്ത്. എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോൾ കിട്ടിയ സന്തോഷം ലൈഫ് ചേഞ്ചിങ് അത് ഭയങ്കര. അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ട്, സന്തോഷമുള്ള ഇൻസിഡൻസ് കുറേ ഉണ്ട്. Like when you can actually do something to make a difference. Actually ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. ഈ ആർത്തവ വിരാമം ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഈ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്റ്റേജാണ്. വേറെ ഒന്നുമല്ല, അത്രയും നാൾ നമുക്ക് ഫുൾ ഹോർമോൺ ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എല്ലാം അങ്ങോട്ട് 1 നിൽക്കുകയാണ്. 1 അല്ല, കുറച്ച് ടൈം എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ബോഡിക്ക് എന്താ പറയുക, ഒത്തിരി ചേഞ്ചസ് വരും. പുരുഷന്മാർക്ക് അങ്ങനെയല്ല, വളരെ ഗ്രാജുവലും സ്ലോ ആണ്, നിന്ന് പോകുന്നില്ല. സ്ത്രീകൾക്ക് ഇങ്ങനെ സഡൻലി നിൽക്കുമ്പോൾ മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ഒരുപാട് ചേഞ്ച് വരും. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് ഫാമിലിയും കൂടെ മനസ്സിലാക്കി കോപ്പപ്പ് ചെയ്യണം. അതായത് ഇവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം മാക്സിമം. അത് കുറേ മെമ്മറി ലോസ്, ഇറിറ്റബിലിറ്റി അങ്ങനെ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഭർത്താക്കന്മാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഡിഫറൻസ് വരും. കാരണം ഈ സെക്ഷുവൽ ഇതൊക്കെ കുറച്ച് കുറയും, ചിലർക്ക് ലിബിഡോ കുറയും, ചിലവർക്ക് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും. അപ്പം അത് പറ്റാണ്ടാവുമ്പോൾ ഇവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം മറ്റവർക്ക് ദേഷ്യം വരും. അപ്പം അങ്ങനെയും കുറേ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ അതിന് നമുക്ക് പ്രതിവിധിയായിട്ട് ചിലപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ല, കുറച്ചൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ബട്ട് ജനറലി ഒരു നല്ല സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ഫാമിലി സപ്പോർട്ട് ചെയ്യണം, ഇത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഏത് ഏജിലൊക്കെ ഏതൊരു ടൈം അതൊരു യൂഷ്വലി ഇപ്പോൾ ഒരു 45 to 52 ഇയേഴ്സ് ആവുമ്പോഴാണ് ആ ഒരു, ചിലവർക്ക് 40, ചിലവർക്ക് 50, ചിലവർക്ക് 52. ബട്ട് ഓൺ ആൻ ആവറേജ് അറൌണ്ട് 45 to 52 ഒരു ഏജിലെ മെൻസസ് നിൽക്കണേ. പക്ഷെ തമാശ എന്താണെന്നറിയോ, നമ്മൾ നോക്കുമ്പോൾ ചൈൽഡ്ഹുഡിന് അതിൻ്റെതായ രസമുണ്ടല്ലോ ലൈഫില്, ടീനേജിന് അതിൻ്റെതായ ഇതുണ്ട്, യൂത്തിനും അതിൻ്റെ ഉണ്ട്. പക്ഷേ ഈ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം, നമ്മൾ ആ ഏജിങ്ങിലോട്ട് കിടക്കില്ലേ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫേസ് ഓഫ് ലൈഫാണ്. അതായത് എല്ലാം ഹാഫ് ഗ്ലാസ് ഫുള്ള് വാട്ടർ നോക്കുന്ന പോലെ, ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം ഒഴിക്കാൻ നമുക്ക് യു ക്യാൻ ഓൾവേസ് ലുക്ക് അറ്റ് ദറ്റ് വെള്ളം ഉള്ള പാർശ്യം നോക്കാമല്ലോ. നമുക്ക് പോസിറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെക്ഷുവൽ എനർജി ഭയങ്കരമായിട്ട് കുറയുമല്ലോ. അപ്പം നമ്മൾക്ക് എനർജി കുറെ കൂടുതലുണ്ടാവും. പിന്നെ നമ്മുടെ മൈൻഡിന് കുറെ ചേഞ്ച് വരും. ഈ മെനോപോസിന്റെ ടൈമിൽ സ്ത്രീകൾ ജനറലി അതുവരെ ഈസ്ട്രജൻ ഉള്ളതുകൊണ്ട് അവർ കുറച്ച് ഒരു സബ്മിസീവ് ക്യാരക്ടർ ആയിരിക്കും. സ്വന്തമായിട്ട് ഒപ്പീനിയൻ ഒന്നും ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല, മനസ്സിലായില്ലേ, കുറച്ചും കൂടെ ഷൈ ആയിരിക്കും. ഈ മെൻസസ് നിൽക്കണ ഇത് കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കര ബോൾഡ് ആവും. പിന്നെ അവർക്ക് ഒരു പുരുഷന് ആവശ്യമില്ല അവർക്ക് ജീവിക്കാൻ. അവർ ഭയങ്കര എക്സ്ട്രീംലി
ഇൻഡിപെൻഡന്റ് അമ്മമാരൊക്കെ ഭയങ്കര ബിന്ദാസായിട്ട്. ആ പിന്നെ അപ്പൊ ആ ഏജില് അതിന്റേതായ ഒരു ഇതുണ്ട്. പിന്നെ എനർജി ഞാൻ പറഞ്ഞില്ല, ഈ സെക്ഷൽ ഇത് കുറയുമ്പോ ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു സംതിങ്. ലോ ആണ് യൂണിവേഴ്സിന്റെ, എനർജി എപ്പോഴും കോൺസ്റ്റന്റാ. അപ്പൊ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള അമ്മൂമ്മമാരില്ലേ, പിള്ളേരൊക്കെ കളിപ്പിക്കണായിട്ടില്ലേ, എന്ത് സ്വീറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് അവര് ഫാമിലി ഇപ്പൊ വീടൊക്കെ നല്ല ഭംഗിയായിട്ട് ഒതുക്കി വെക്കും, നന്നായിട്ട് അമ്മൂമ്മമാരുടെ ഭക്ഷണം, ഫുഡ്. അപ്പൊ അവർക്ക് ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലോട്ട്. ഈ പേരക്കുട്ടികളെ നോക്കുന്നത്, അവരുടെ അടുത്ത് കഥ പറയുന്നത്, കാല് നീട്ടിയൊക്കെ വെച്ച്. ഉണ്ടല്ലോ ആ ഏജ് ഗ്രൂപ്പിലും മെഡിക്കൽ പ്രോബ്ലംസ് പിന്നെ സ്ത്രീകൾക്ക് എല്ലാ ഏജിലും ഉണ്ട് വിടാതെ. അപ്പൊ അത് കഴിയുമ്പോൾ ചിലവർക്ക് പ്രൊലാപ്സ്, യൂറിനറി ലീക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ക്യാൻസേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഹയർ ചാൻസ് ആണ് ഏജ് കൂടും തോറും. പക്ഷേ എല്ലാ ഏജിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. ഈ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏജിങ്, അതായത് നമ്മൾ യൂട്രസും അതിന്റെ കൂടെ 2 ഓവറി എന്ന് പറയുന്ന അവയവമുണ്ട്. ഓവറി എന്നാണ് എഗ് റിലീസ് ആവണേ, ഈസ്ട്രജൻ റിലീസ് ആവണത് അപ്പോൾ ഓവറി എന്നാണ്. യൂട്രസ് നമ്മൾ എടുത്ത് കളഞ്ഞാലും ഓവറി അകത്തുണ്ടെങ്കിൽ അതിൽ അപ്പോഴും ഹോർമോൺ സെക്രീറ്റ് ആവും. പക്ഷെ ചിലപ്പോൾ യൂട്രസ് എടുത്ത് കളയുമ്പോൾ 2 ഓവറിയും അതിന്റെ കൂടെ എടുത്ത് കളയും. അതിന് ടോട്ടൽ ഹിസ്റ്റെക്ടമി എന്ന് പറയും, ഇതെല്ലാം കൂടെ എടുത്ത് കളയുന്നത്. അതെടുത്ത് കളയുവാണെങ്കിൽ ശരീരത്തിൽ 1 ഫൈൻ ഡേ ഹോർമോൺ ഇല്ലാതെ ആവും. 1 ഫൈൻ ഡേ, ഗ്രാജുവൽ അല്ല. അത് ഭയങ്കര ഡിഫിക്കൽട്ടാ. മറ്റേത് നമ്മളിപ്പോ എന്ത് കാര്യമായാലും അങ്ങനെയല്ലേ, ലൈഫിലൊരു ഗ്രാജുവൽ ഇതാണല്ലോ നല്ലത്. അപ്പൊ മെഡിക്കൽ ഇത് ആക്ച്വലി ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പേഷ്യൻസിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഹോട്ട് ഫ്ലഷസ്, ഇങ്ങനെ ചൂടായി വെട്ടി വേർക്ക അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. വേറെ ഈ പെൽവിക് ഫ്ലോർ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബേസിക്കലി പെൽവിക് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കെട്ടിനകത്ത് ഇങ്ങനെ ഒരു ഊഞ്ഞാല് പോലെ ഒരു മസിലുണ്ട്. ആ മസിലിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് ഈ മസിൽ. അതിൽ കൂടെ 3 ദ്വാരങ്ങളുണ്ട്. അതായത് ഒന്ന് ഈ യൂറിൻ വരുന്ന കുഴല്, യൂറിത്ര, പിന്നെ ഒന്ന് നമ്മൾ ഈ യൂട്രസിന്റെ താഴെ വജൈന, പിന്നെ ബാക്കിൽ നമ്മുടെ ഈ വൻകുടലിന്റെ താഴോട്ട് ആ ഏനസ്, അതിന്റെ ഓപ്പണിങ്. അപ്പൊ ഈ ഊഞ്ഞാല് ഒരു ഹാമക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ ഈ ഊഞ്ഞാല് കൂടെയാണ് ഈ 3 ഓട്ട പോകുന്നത്. ഇതാണ് നമ്മുടെ പെൽവിസിന് ഇങ്ങനെ ഈ അവയവങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഊഞ്ഞാല്. അതെന്താണ് പെൽവിക് ഫ്ലോർ. പ്രഗ്നന്റ് ആകുമ്പോ എന്തുണ്ടാവും, ഇതിന്റെ ഊഞ്ഞാലയുടെ മുകളിൽ ഒരു വലിയ കല്ല് കയറ്റി വെച്ചേ, ഇത് വീക്കാവും. 9 മാസമായി വെയിറ്റ് താകുമ്പോ ഇത് വീക്കാവും. ഡെലിവറിയുടെ സമയത്ത് കുറെ നെർവ്സ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഡാമേജ് ആവും. എസ്പെഷ്യലി വലിയ കുട്ടിയാണ്, ആ ഹെഡ് വന്നിട്ട് കുറെയൊക്കെ ഡാമേജ് ആവും. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെയാവും. അപ്പൊ എന്തുണ്ടാവും, ഈ 3 കുഴല് പോകുന്നില്ലേ, അതെല്ലാം തൂങ്ങും. യൂറിൻ ലീക്ക് ആവാൻ തുടങ്ങും, യൂട്രൈൻ പ്രൊലാപ്സ്. അപ്പൊ എന്തുണ്ടാവും വെച്ചാൽ പ്രഗ്നൻസി കഴിയുമ്പോൾ തന്നെ മിക്കവർക്കും വീക്ക്നെസ് ഉണ്ടാവും. ഏജിങ് വരുമ്പോ, മെനോപോസ് കഴിയുമ്പോൾ മസിൽസ് ഒക്കെ കുറച്ച് വീക്ക് ആവുമ്പോ പിന്നെയും വരും. അപ്പൊ ചിലപ്പോ അത് തള്ളി പുറത്തെത്തും. നമുക്ക് എക്സസൈസുകൾ ഉണ്ട്, കുറച്ച് മെഷീനറി, പുതിയ അഡ്വാൻസ് ടെക്നോളജി ഒക്കെ അതിനുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുറച്ചൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. വയസ്സാകുമ്പോ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ, പക്ഷെ അതൊരു രസമല്ലേ, നിറയെ ചുക്ക് ഇങ്ങനെ ചുളിവൊക്കെ ഉള്ള വയസ്സായ ആൾക്കാരുടെ അത്രേ ഉള്ളൂ. അതായത് നമ്മള് റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എല്ലാ ഏജിനും അതിൻ്റെതായ രസമുണ്ട്. ഓൾഡ് ഏജ് ആണ് ആക്ച്വലി ഏറ്റവും നല്ലത്. ഭയങ്കര ബ്യൂട്ടിഫുൾ, വളരെ പ്രതീക്ഷയോടുകൂടെ നമുക്ക് കേൾക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നല്ലതാണ് ആക്ച്വലി. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. ബിക്കോസ് യു ലേൺ. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും. ഇതിൽ വരുമ്പോഴേക്കും ഈ കപ്പിൾസ് തമ്മിലുള്ള ബന്ധത്തിന് വ്യത്യാസങ്ങൾ വരുമോ? ബന്ധത്തിന് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റേജിലും ചേഞ്ച് വരും. ഈ കൗൺസിലിങ്ങിന്റെ ബുക്കിലൊക്കെ ആക്ച്വലി പറയുന്നത് ഓരോ സ്റ്റേജിലും ഇങ്ങനെ ഒരു ഇതുണ്ട്, നരേറ്റൽ ലൈഫിൽ ചേഞ്ച് ഉണ്ട്. മെനോപോസിന്റെ സമയം അവരിങ്ങനെ വളരെ എന്താ പറയാ പ്രോബ്ലം സ്റ്റേജ് ആയിട്ടാണ് പറയണേ. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും ആ സമയത്ത്. ബിക്കോസ് അതുവരെ മിണ്ടാതിരുന്ന സ്ത്രീകളൊക്കെ മിണ്ടാൻ തുടങ്ങും, ലൈക്ക് ഒപ്പീനിയൻ പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ എതിർക്കാൻ തുടങ്ങും, ഇൻഡിപെൻഡന്റ് ആവും. പിന്നെ കുറെ ആ സമയമാകുമ്പോ പിള്ളേര് വളർന്നു പോവും, ഇവര് കുറച്ചും കൂടെ ഫ്രീ ആവും. അപ്പോഴാണ് റിയാലിറ്റി പുറത്തു വരിക. പവർ ഓവർ ഇത് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഭാര്യമാരാണ് ടേക്ക് ഓവർ ചെയ്യുക, ഭരണം തുടങ്ങും. അങ്ങനെയാണ് ജനറലി. പുരുഷന്മാരൊക്കെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് അതുവരെ നിങ്ങൾ ചെയ്യണേനൊക്കെ പലിശ സഹതം തിരിച്ചു
എല്ലാം ഓർത്തിരിക്കുന്ന സ്ത്രീകളെ. അപ്പൊ പലരും അത് അന്ന് ഞാൻ പ്രസവിച്ചു കിടന്ന സമയത്ത് എന്നെ നോക്കിയില്ല. പിന്നെ ആക്ച്വലി സെപ്പറേഷൻ റേറ്റ് എടുത്ത് നോക്കിയാലും ടോട്ടൽ റേറ്റ്സ് സ്റ്റഡീസിൽ കാണിക്കണത് ആദ്യത്തെ 3-4 years ഉണ്ട്, അതായത് കമ്പാറ്റബിലിറ്റി ഇല്ല, പെട്ടെന്ന് സെപ്പറേറ്റ് ആവും. പിന്നത്തത് 45 to 50 ഏറ്റവും കൂടുതൽ സെപ്പറേഷൻസ് 45 to 50 ബെസ്റ്റ്. കിടപ്പ് മുറിയിൽ മലയാളി പുരുഷന്മാർ ചെയ്യണ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ?